ഹലോ നമസ്കാരം. എന്താണ് ഇന്നത്തെ പരിപാടി? കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു പാവയ്ക്ക തീയൽ ആർക്കൊക്കെ റെസിപ്പി ആർക്കൊക്കെ കാണണമെന്ന്. അപ്പൊ കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ പാവയ്ക്ക തീയലിന്റെ റെസിപ്പി കാണണമെന്ന്. അപ്പോൾ ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് പാവയ്ക്ക. എന്നാലും നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ഞാൻ ടെസ്റ്റ് ചെയ്തിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി മമ്മിയുടെ കൂടെ ഇന്ന് പാവയ്ക്ക തീരാണ് നമ്മൾ ഉണ്ടാകുന്നത്. പതി പിടിക്കുന്ന പാവയ്ക്ക എല്ലാം എവരെയും കൊണ്ട് എല്ലാം ഏതൊക്കെ രീതിയിൽ തീറ്റിക്കാം, ആ രീതിയിലെല്ലാം തീറ്റിക്കാൻ. അയ്യോ, പതി പിടിക്കുന്ന പാവയ്ക്ക എല്ലാം ഏതെല്ലാം രീതിയിൽ കഴിപ്പിക്കാമോ ആ രീതിയിലെല്ലാം ഫ്രൈ ആക്കി കൊടുക്കുന്നു, തോരനാക്കി കൊടുക്കുന്നു, തീയലാക്കി കൊടുക്കുന്നു. കാര്യത്തിനൊരു തീരുമാനമായി. അത് നല്ലത് നല്ലതാണ്. ഷുഗറൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ, നല്ല രസം. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് നേരെ പാചകത്തിലോട്ട് കിടക്കാം അല്ലെ? എന്തൊക്കെയാണ് നമ്മൾ ആദ്യമായിട്ട് വേണം? നമുക്ക് അത്യാവശ്യം പാവയ്ക്ക നമ്മൾ 2 പാവയ്ക്ക എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ 2 പാവയ്ക്ക നമ്മൾ പിച്ചിട്ടുണ്ടല്ലേ, 2 യമണ്ടൻ പാവയ്ക്കാണ് നമ്മൾ കഴിഞ്ഞ ഇതിനകത്ത് കാണിച്ചായിരുന്നു. അപ്പൊ 2 പാവയ്ക്കുണ്ട്. അത് കഴിഞ്ഞിട്ട് ഉള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് ഉള്ളിയുണ്ട്. ഇതിപ്പോ മരുന്നില്ല, അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യാൻ എളുപ്പമായിരുന്നേനെ. കുറച്ച് ഉള്ളിയുണ്ട്, സവാളയുണ്ട്, പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ കറിവേപ്പില, ആവശ്യത്തിന് തേങ്ങ വേണം കേട്ടോ. അതൊക്കെ ഇപ്പൊ ഫ്രൈ ഓക്കെ. അപ്പൊ ആദ്യം തേങ്ങ പൊളിച്ചാലോ? തേങ്ങ പൊതിക്കുമ്പോഴാണ് ഒരു ചിരി വരുന്നത്. നമ്മുടെ മക്കൾക്കൊക്കെ തേങ്ങ പൊതിക്കാൻ അറിയാമോ? ഒരു തേങ്ങ പൊട്ടിക്കാൻ അറിയാമോ? ഓണത്തിനൊക്കെ എന്തായാലും എവനെ കൊണ്ട് തേങ്ങ പൊതിപ്പിച്ചു. ഇപ്പൊ എനിക്ക് സ്ഥിരം തേങ്ങ പൊതിച്ചായിരുന്നു ഇവനായിട്ട്. പണ്ട് ഉള്ളൊരു കഥ ഞാൻ ഒരു വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അച്ഛനെയും കൊണ്ട് ഒരു തേങ്ങ പൊതി, പപ്പയും കൊണ്ട് ഒരു തേങ്ങ പൊതിപ്പിക്കുന്ന കഥ. അതിന് ഇനിയും കേട്ടാ ബോറാവുമായിരിക്കും അല്ലേ? കല്യാണം കഴിഞ്ഞ സമയത്താണെങ്കിൽ ഒരു തമാശ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അച്ഛനടുത്ത് ഞാൻ പറഞ്ഞു, അച്ഛൻ ഒരു തേങ്ങ പൊതിച്ചു വെച്ചാൽ. അപ്പൊ ഉടനെ അമ്മച്ചിയോട്ട് ഓടി വന്നിട്ട്, അയ്യോ വയ്യാത്ത കൊച്ചിനെയും കൊണ്ട് തേങ്ങ പൊതിപ്പിക്കുന്നു. അപ്പൊ ഞാൻ വെച്ച ദൈവമേ, വയ്യാത്തൊരു ചെറുക്കനെ കൊണ്ടാണ് എന്നെ കല്യാണം കഴിപ്പിച്ചത്. എന്നിട്ട് എന്താ അമ്മച്ചി എന്തോ അമ്മകളെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കത്തില്ല, ഒരു തേങ്ങ പോലും പൊതിപ്പിക്കത്തില്ല. അമ്മ വെളിന്നൊക്കെ വന്നല്ലേ. പിന്നെ അങ്ങനൊന്നും ഞാൻ വിടത്തില്ല കേട്ടോ. അപ്പൊ അത്യാവശ്യം ഒരു തേങ്ങയൊക്കെ പൊതിക്കാനും ഒരു തേങ്ങ പൊട്ടിക്കാനും, ഇവിടെ ഏതും തേങ്ങ പൊട്ടിക്കുന്നുണ്ടാ പേടിയോ, ടക്ക് ടക്ക് പറഞ്ഞിട്ട് പറയും നേരം എടുക്കാം. എന്നാലും ഞാൻ നീ തന്നെ പൊട്ടിച്ചോണ്ടുവരണ. അപ്പൊ നമുക്ക് തുടങ്ങാം. അമ്മി തേങ്ങ എടുത്തോണ്ട് വന്നിട്ടുണ്ട്. നീ എന്താ പരിപാടി? അതിന് പൊതിച്ച് എനിക്കൊന്ന് തിരുമ്മി തരണം. ഇത് നടക്കുന്ന കാര്യമല്ല കേട്ടോ. തിരുമ്മിക്കും. എന്നാലും നീ തേങ്ങ ഇച്ചിരി തിരുമ്പിയേക്കാം. തേങ്ങ എല്ലാം തിരുമ്മി വെക്കുന്നുണ്ട്. ബ്രൂണോ വിചാരിക്കുന്ന അവനെ ഏതാണ്ട് ഉണ്ടാക്കാമെന്നോ, അവനും കൊടുക്കാതെ തീയലും കൂട്ടി. മതി മതി, ഒരു തേങ്ങ ആയില്ല. പാവയ്ക്ക തീയൽ വയ്ക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ മെയിനായിട്ട് വേണ്ടത് 2 പാവയ്ക്ക എടുത്തിട്ടുണ്ട്. 2 പാവയ്ക്ക അതിൽ നിന്ന് 2 ഞാൻ പിച്ചിട്ടുണ്ട്. ആവശ്യത്തിന് നമുക്ക് എടുക്കാം. പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, 2 സവാള, ചെറിയ സവാള, ചെറിയ ഉള്ളി ഒരു പിടി എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില, പിന്നെ ഒരു തേങ്ങ തിരിങ്ങി വെച്ചിട്ടുണ്ട്. നമ്മുടെ നല്ല അടിപൊളിയായിട്ട് തിരിങ്ങി തന്നതാണ്. അത് നമ്മൾ മിക്സിയിലിട്ട് ഒന്ന് കറക്കിയാൽ എല്ലാം ഒരേപോലെ ഇരിക്കും. കഴന്നു പോയതും എല്ലാം ഒരേപോലെ നമുക്ക് ആക്കിയെടുക്കാനായിട്ട് സാധിക്കും. തേങ്ങയ്ക്കകത്ത് ഇത്രയും ഉലുവ ഇടുക, ഇത്രയും എടുത്തിട്ടുള്ളൂ, അതിനകത്തോടിടാം. പിന്നെ 2 ചെറിയ ഉള്ളി അരിഞ്ഞത് അതിനകത്തോടിടാം. 2 തണ്ട് കറിവേപ്പിലയും കൂടെ അതിനകത്തോട്ടിട്ട് നമുക്ക് തേങ്ങ നല്ലതുപോലെ വറുത്തെടുക്കാം. നിങ്ങൾ ഇതിനകത്ത് മുളകിൻ്റെ പൊടിയോ മല്ലിപ്പൊടിയോ അല്ല ചേർക്കുന്നുണ്ടെങ്കിൽ, ഹോളായിട്ടാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ ഒരു നിങ്ങളുടെ എരിവിനനുസരിച്ച് ഒരു 6-7 മുളക്, പിന്നെ ഒരു 2 സ്പൂൺ മല്ലി, അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇടാം. അതല്ല പൊടി ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് ഇത് വറുത്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് നല്ലതുപോലെ വറുത്തെടുക്കാം. തീയലെന്നൊക്കെ പറയുമ്പോൾ തേങ്ങ നല്ലതായിട്ട് വറുത്ത ഒരു ടേസ്റ്റ് വരുമ്പോഴാണ് നല്ലൊരു ബ്രൗൺ കളർ വരത്തുള്ളൂ. അത് കുറച്ച് നേരം എടുക്കും. അപ്പോൾ നല്ലതുപോലെ ഒരുപാട് തീ ഇട്ടിട്ട് നമ്മളത് ഒരിക്കലും വറുത്തെടുക്കാൻ നിൽക്കരുത്. അത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും തേങ്ങ. ചിലതൊക്കെ അവിടെ ഇവിടെ ഫ്രൈ ആവാതെ ഇരിക്കും. അതിനാണ് നമ്മൾ ഈ മിക്സിയിലിട്ടൊന്ന് കറക്കണമെന്ന് പറയുന്നത്.
നമ്മൾ ചമ്മന്തിയൊക്കെ പൊടിക്കുമ്പോൾ നമ്മൾ ഇതേപോലെ തേങ്ങ ഒന്ന് മിക്സിയിൽ കറക്കിയിട്ട് പൊടിക്കാന്നുണ്ടെങ്കിൽ എല്ലാം ഒരേപോലെ നമുക്ക് വറുത്തെടുക്കാനായിട്ട് സാധിക്കും. പെട്ടെന്ന് ആവുകയും ചെയ്യും. അപ്പോൾ ആദ്യം സ്വല്പം തീ കൂട്ടി കൊടുത്തിട്ട് പിന്നെ അത് അതിൻ്റെ വെള്ളമൊക്കെ പറ്റി വരുമ്പോഴത്തേക്ക് നമുക്ക് തീ ഒന്ന് മീഡിയത്തിലോട്ട് കൊണ്ടുവരണം. നമുക്ക് ഈ തേങ്ങയുടെ വെള്ളമൊക്കെ പറ്റി ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് നിറം മാറുമ്പോഴത്തേക്ക് നമുക്ക് തീ കുറച്ച് അത് മീഡിയത്തിലാക്കിയിട്ട് നമുക്ക് എബിനെ ഒന്ന് ഏൽപ്പിക്കാം. അപ്പോഴത്തേക്ക് പാവയ്ക്ക അരിഞ്ഞു വെക്കാം. അപ്പോൾ അതുവരെ മമ്മി പാവയ്ക്ക അരി ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കാം. ഇളക്കുന്നതിന് വലിയ സമയം പറയുന്നില്ല. നമ്മൾ ഈ പാവയ്ക്ക കട്ട് ചെയ്യുമ്പോൾ നല്ല നിറം കണ്ടാവും. നല്ലതുപോലെ വിളഞ്ഞിട്ടുണ്ട്. നമുക്കതിൻ്റെ അരി എടുത്ത് വെച്ചേക്കാം. ഒന്നും കൂടെ എന്നിട്ട് നമുക്ക് കഴുകിയെടുക്കാം. കണ്ടില്ലേ? നമുക്കൊന്ന് കഴുകിയതിന് ശേഷം അതിൻ്റെ അരി എടുത്ത് നമുക്ക് സൂക്ഷിച്ച് വെച്ചിരുന്നാലും ഉണക്കി വെച്ചിരുന്നാലും നമുക്ക് അടുത്ത വിത്തിന് എടുക്കാം. നമ്മുടെ വീട്ടിൽ തന്നെ പാവയ്ക്ക ആയതുകൊണ്ട് നമുക്ക് ഒരു വെള്ളം കഴിയാലും മതിയില്ല. നല്ല വിശ്വാസമായിട്ട് നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും. മതി. അപ്പോൾ നമ്മുടെ നീളമുള്ള പാവയ്ക്കാണിത്. അപ്പോൾ അതിനകത്താണ്ട് അരിഞ്ഞപ്പോഴും അരിയൊന്നും കാണാനില്ല. അത് നമുക്കതുകൊണ്ട് വട്ടത്തി അരിഞ്ഞങ്ങ് പോകാം. എല്ലാം ഉണ്ടെങ്കിൽ ഇത് അവിഞ്ഞ് വരുമ്പം പിന്നെ കുറവായിരിക്കും. അപ്പോൾ ഇതങ്ങ് എടുക്കാം. എന്തായാലും 2 ദിവസം വെച്ചിട്ട് എബിനെ കഴിപ്പിക്കാം. മമ്മിക്ക് എബിനെ കഴിപ്പിക്കണം എന്നുള്ള ഒറ്റ ചിന്തയുള്ളൂ. അതെന്തുകൊണ്ടെന്നറിയാമോ? ഞാൻ കഴിക്കാറുണ്ട്. എനിക്ക് പാവയ്ക്ക ഇഷ്ടമല്ല കേട്ടോ. ഈ കയ്പായത് കയ്പൊന്നുമില്ല. ഇത് കൂട്ടാത്തരും കൂട്ടിപ്പോവും. ഈ തീയൽ നല്ല അടിപൊളിയാണ്. ഇത് കയ്പൊന്നും അറിയത്തേ ഇല്ല. ആ രീതിയിലാണ് മമ്മി വയ്ക്കുന്നത്. ഇപ്പോൾ ഇത്രയും പാവയ്ക്കുണ്ട്. ഉള്ളിയൊക്കെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് തേങ്ങ വറുക്കാം. അപ്പം നമ്മുടെ തേങ്ങ മൂത്ത് വരുന്നുണ്ട്. മൂത്തു ഒരു സ്വല്പം നേരം കൂടെ കിടക്കണം. അപ്പോഴത്തേക്ക് നമ്മൾ തീയൊക്കെ കുറയ്ക്കണം കേട്ടോ. ഇത്രയും പരുവൊക്കെ ആകുമ്പോഴെന്താണെന്ന് അറിയാമോ? നമ്മുടെ മുളകും മല്ലിയനൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത്രയും നമ്മൾ തേങ്ങ മൂത്ത് വരുമ്പോൾ അതിലോട്ട് 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അവനവൻ്റെ എരിവിനനുസരിച്ച് വേണം ചെയ്യാൻ. നമ്മൾ 2 പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട്. 2 സ്പൂൺ ഇട്ടു. നല്ലൊരു സ്പൂൺ മല്ലിപ്പൊടിയും ഇട്ടിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ നല്ലതുപോലെ ഒന്ന് ചൂടാവണം. മുളകിൻ്റെയോ മല്ലിയുടെയൊക്കെ പച്ച മണമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് മാറിക്കോളും. മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർക്കേണ്ട സമയം ഇപ്പോഴാണ്. നമുക്കിതിന് ഓഫ് ചെയ്യാം. ഇതിൽ നിന്ന് നമ്മളങ്ങ് മാറ്റണം. ഇതിൻ്റെ ചൂട് കൊണ്ടിരുന്ന് കരിഞ്ഞു പോവും. അത് മാറ്റിയിട്ട് നമുക്ക് പാവയ്ക്ക വഴറ്റാം. അപ്പോൾ നമുക്കിനി പാവയ്ക്ക വഴറ്റിയെടുക്കാം. അപ്പോൾ അതിനാവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. തീയലൊക്കെ അല്ലേ, ഇച്ചിരി എണ്ണയൊക്കെ വേണം. എന്നാലും അവനവൻ്റെ ആരോഗ്യത്തിനനുസരിച്ച് എടുക്കുക. എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുന്നുണ്ട്. അതിലോട്ട് 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, അതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്നതായി പാവയ്ക്ക ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് വഴറ്റണം. ഇത്തിരി നേരം അങ്ങനെ ഒന്ന് കിടക്കട്ടെ. ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പം നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഒന്ന് വാടട്ടെ. അപ്പം നമുക്ക് തുറന്ന് നോക്കാം. കുറച്ച് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളി അതിലോട്ട് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ കിടന്നൊന്ന് വാടട്ടെ. ചെറിയ ഉള്ളി കിട്ടാത്തവർക്ക് സവാള ചേർത്താലും മതി. ഞാനിപ്പോൾ 2 കൂടെ മിക്സ് ചെയ്താണ് ചേർത്തേക്കുന്നത്. അത് നല്ലതുപോലെ ഒന്ന് വാടണം. നമ്മുടെ പാവയ്ക്കയും ഉള്ളിയും നല്ലതുപോലെ വാടിയതിന് ശേഷം ഒരു ചെറിയ തക്കാളിയും കൂടെ അതിനകത്ത് അരിഞ്ഞിടുന്നുണ്ട്. അപ്പോൾ അത് നല്ലതുപോലെ വാടട്ടെ. ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി അതിനകത്ത് ഇട്ട് കൊടുക്കാം.
1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും വഴണ്ട് വന്നിട്ടുണ്ട്. അതിന് മസാല ഇട്ടിട്ടുണ്ട്. മസാല ഇട്ടില്ലടാ? മസാല ബാക്കിയുണ്ടല്ലേ? ഇനി കുറച്ചുകൂടെ മസാല ബാക്കിയുണ്ട്. നമ്മുടെ ഈ സമയം ഇത് വഴണ്ട് നേരം കൊണ്ടേ, ഇത് വഴണ്ട് വരുന്ന നേരം കൊണ്ട് തേങ്ങ അരച്ചുകൊണ്ട് വരട്ടെ. ഓക്കെ. തേങ്ങ നേരത്തെ നമ്മൾ എന്ത് ചെയ്ത് വെച്ചിരുന്നു? തേങ്ങ വറുത്ത് വെച്ചിരുന്നു. അതിന് അടിച്ചുകൊണ്ട് വരണം. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ എന്താണ്, ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഉണ്ടല്ലോ എടുത്ത് വെള്ളത്തിൽ ഇട്ടേക്കണം. ഇച്ചിരി പുളി രസവും കൂടെ വേണം. എങ്കിലും അതിൻ്റെ നിനക്ക് പാവയ്ക്ക് കയ്പെന്നൊക്കെ പറയത്തില്ലേ, അപ്പോൾ ആ കയ്പൊക്കെ പോകാനായിട്ടാണ് നമ്മൾ ഈ പുളി രസമൊക്കെ ചേർക്കുക. പിന്നെയും ചേർക്കാനുണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. തേങ്ങ അരച്ചുകൊണ്ട് വരട്ടെ. വറുത്ത തേങ്ങ നമ്മൾ അരയ്ക്കുമ്പോൾ അതിൽ വെള്ളം ഒഴിച്ച് അരയ്ക്കരുത്. ആദ്യമേ അതിനെ നമ്മൾ നല്ലതുപോലെ ഒന്ന് പൊടിച്ചതിന് ശേഷം വേണം വെള്ളം ചേർക്കാനായിട്ട്. അപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയും പാവയ്ക്കും നല്ലതുപോലെ വഴണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തേങ്ങാക്കൊത്തൊക്കെ ചേർത്ത് കുറേ കൂടെ ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ ഇട്ടിട്ടില്ല. ഇനി ഇതിനകത്തോട്ട് നമ്മുടെ തക്കാളിയും കൂടെ ചേർക്കാം. നമ്മുടെ തക്കാളിയും കൂടെ ഇട്ടിട്ടുണ്ട്. പുളി ഒഴിക്കുമ്പം തക്കാളി വേണമെന്ന് ചിലപ്പം ചോദിച്ചേക്കാം. അത് ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഇതും എല്ലാം കിടന്ന് ഒന്നുകൂടെ വാഴട്ടെ. അപ്പോൾ നമ്മുടെ പാവയ്ക്ക് ഉള്ളിയും തക്കാളിയും ഇത്രയും വഴണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് പുളി ഒഴിച്ച് കൊടുക്കാം. ഒരു നെല്ലിക്ക വലുപ്പത്തിലെ പുളി മതി. പുളിയും നമ്മുടെ സ്വന്തം തന്നെ, നമ്മുടെ വീട്ടിലുള്ളത് അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് ഒഴിക്കാനുണ്ട്. അത് കല്ലുണ്ട്, എന്തെങ്കിലുമൊക്കെ കാണും, തോടുണ്ട്, അരിയുണ്ട്, ഇതൊന്നും നോക്കണ്ടല്ലോ. അപ്പോൾ സ്വല്പം നേരം പുളി അതിനകത്തോട്ടൊന്ന് പിടിച്ചോട്ടെ. ഇതുവരെ നമ്മൾ ഉപ്പിട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ തേങ്ങ നല്ലതുപോലെ അരച്ച് വെച്ചിട്ടുണ്ട്. നല്ല മഷി പോലെ അരയണം കേട്ടോ. എന്നിട്ട് നമുക്ക് പുളിയൊക്കെ പിടിച്ച് ഒരു 2 മിനിറ്റെങ്കിലും കഴിയണം. പുളി ഒഴിച്ചിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. കഴുകുന്ന വെള്ളം കൂടെ എടുക്കാം. കുറച്ച് വെള്ളം കൂടെ അതിലോട്ട് ചേർക്കാം. അപ്പം നിങ്ങൾക്ക് കട്ടിക്കെടുക്കണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കാം. അതപ്പോൾ ഇച്ചിരി ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ സ്വല്പം കൂടെ ലൂസായിട്ട് എടുക്കാം. വെള്ളം ഒഴിക്കാം. അപ്പം കുറച്ചുകൂടെ വെള്ളം വേണം നമുക്ക്. അപ്പം നമ്മൾ കറിയൊക്കെ ആക്കി കഴിയുമ്പോൾ ഈ പരുവത്തിന് ഇരുന്നാൽ മതി. എനിക്ക് പക്ഷേ സ്വല്പം കൂടെ വെള്ളം ചേർക്കണം. നമ്മൾ ജാറ് തന്നെ ഒന്നുകൂടെ കഴിയാൻ ഒഴിച്ചാൽ മതി. അതിനകത്തോട്ട് ഇനി ഉപ്പിടണം. ഉപ്പ് എപ്പോഴും നമ്മൾ അവസാനമാണ് ഇടുന്നത്? അല്ല, ഓരോന്നിനും ഓരോ രീതി. ഉള്ളിയൊക്കെ വഴറ്റുമ്പോൾ നമ്മൾ സാധാരണ ഉപ്പിട്ട് കൊടുക്കാറുണ്ട്. നമ്മൾ ആ പുളിയൊക്കെ അതിനകത്തോട്ടൊന്ന് പാവയ്ക്കയിലോട്ടൊന്ന് പിടിച്ച് തരട്ടെ എന്ന് എഴുതിയിട്ടാണ്. അപ്പോൾ അതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പിൻ്റെയൊക്കെ അളവ് അവനവൻ്റെ ടേസ്റ്റിനനുസരിച്ച് ഇടുക. പിന്നെ നമ്മൾ ലാസ്റ്റ് ഒരു സാധനം കൂടെ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് ക്രോഡീകരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇത്രയും ശർക്കരയും കൂടെ അതിനകത്ത് ചേർക്കാം. ഒരു നെല്ലിക്ക വലുപ്പത്തിൽ ശർക്കരയും കൂടെ അതിനകത്തോട്ട് ചേർക്കാം. അതങ്ങ് ഇട്ടേക്കാം. ഇനി എന്താണെന്ന് പറയുമ്പോൾ സ്വല്പം തീ ഒന്ന് കൂട്ടി കൊടുത്തിട്ട് ഇതൊന്ന് തിളച്ച് അതിൻ്റെ എണ്ണയെല്ലാം ഇനി മുകളിൽ വരണം. നല്ല മണം, ചെറുതായിട്ടാണ് നല്ല മണം. അതിലോട്ട് സ്വല്പം കറിവേപ്പിലയും കൊണ്ടിട്ട് നമുക്കങ്ങ് അടച്ച് വെച്ച് വേവിക്കാം. സ്വല്പം കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് അടച്ച് വെച്ച് ഒന്ന് തിളച്ച് പറ്റിയൊക്കെ വരട്ടെ. എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോഴാണ് നമ്മൾ എടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. അപ്പോൾ അതിന് പുറത്തായിട്ട് നമ്മൾ നെത്തോലിയൊക്കെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു. ഫ്രൈ ആയി കഴിഞ്ഞു. പിന്നെ നമ്മുടെ വാളരിപ്പയർ തോരനായിട്ടുണ്ട്. അപ്പം പാവയ്ക്ക തീയൽ, നെത്തോലി വറുത്തത്, നമ്മുടെ വാളരി തോരൻ, വാളരിപ്പയറിൻ്റെ തോരൻ. അപ്പം എല്ലാ കറിയും ഇഷ്ടപ്പെടുമല്ലോ. നെത്തോലി ഉണ്ടല്ലോ, അപ്പോൾ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ. വാളരി എനിക്കിഷ്ടം. പിന്നെ ഇത് മാത്രമല്ല കേട്ടോ, കുറേ പച്ചക്കറി ഇനി വേറെ ഇരിക്കുന്നത് നാളെ കഴിച്ച് തീർക്കണം കേട്ടോ. അപ്പം നമ്മുടെ തീയൽ എന്തായെന്ന് നോക്കാം. അടിപൊളി കണ്ടോ, എന്ത് രസം. ഇത് കണ്ടാരാ കഴിക്കാത്ത?
എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് നമ്മൾ തിളച്ച് കഴിഞ്ഞാൽ ഉടനെ ഇതങ്ങ് സിമ്മിലിട്ടേക്കണം. എന്ത് സാധനം നമ്മൾ അടുപ്പ് വെച്ചാലും തിളയ്ക്കുമ്പോൾ നമ്മളത് സിമ്മിലിടണം. എല്ലാം കൊണ്ടും നല്ലതല്ല, ഗ്യാസ് ലാഭമുണ്ട്, ആ സാധനം നല്ലപോലെ വെന്ത് കിട്ടും, പിന്നെ അതിൻ്റെ എണ്ണയൊക്കെ നല്ലതുപോലെ തെളിഞ്ഞും കിട്ടും. ഇപ്പം നമ്മുടെ തീയലിൻ്റെ അവസാന ഘട്ടത്തിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇപ്പം നല്ല അടിപൊളി പാവയ്ക്ക തീയൽ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ തീയൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഞാൻ വലിയ ടേസ്റ്റില് വലിയ ഇതൊന്നും അല്ല കേട്ടോ. ഞാൻ നമ്മുടെ എബിൻ ചേട്ടനല്ലേ, ഫുഡ് ആൻഡ് ട്രാവൽ എബിൻ ചേട്ടൻ്റെ കൂടെ ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ പോകും. പുള്ളിക്കാരന്റെ എക്സ്പ്രഷനൊക്കെ കണ്ട് ഞാനൊക്കെ നിന്ന് പോയിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നുണ്ട്? എന്റെ മുഖത്ത് ആ ഒരു എക്സ്പ്രഷൻ ഒന്നും കാണുന്നില്ല കേട്ടോ. ഇപ്പൊ എന്തായാലും നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. നല്ല ചൂടുണ്ടെന്ന് തോന്നുന്നു. നദി തന്നെ ഊതിയിട്ടെടുത്തു. വിചാരിച്ച മാതിരിയാണോ? വിചാരിച്ചോളല്ല, നല്ല സ്പൈസിയാണ്, കൊള്ളാം. അപ്പൊ പിന്നെന്താ, അപ്പൊ ഞങ്ങള് ഇനി നല്ല നെത്തോലി ഫ്രൈയും നമ്മുടെ തീയലും പിന്നെ വാഴപ്പയർ തോരനും എല്ലാം കൂട്ടി ചോറ് കഴിച്ചിട്ടുണ്ട്. നിങ്ങൾ എനിക്ക് വേണ്ട. അപ്പോൾ ഇതെല്ലാം കൂടി ഞങ്ങള് ചോറ് കഴിക്കട്ടെ. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒട്ടും മറക്കരുത്. ഇതുവരെ കാണാത്തവരാണ്, ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവരുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോട് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ യഥാസമയം നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാനും മമ്മിയും നമുക്ക് പോയി ചോറ് കഴിക്കാം അല്ലേ? അപ്പൊ ശരി, ബൈ.